ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. കേരള PSC നടത്താനിരിക്കുന്ന ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്കുള്ള പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് വെറും 15 ദിവസങ്ങൾ മാത്രം പരീക്ഷയ്ക്ക് ബാക്കി നിൽക്കെ എല്ലാവരും തകൃതിയായിട്ടുള്ള പഠനത്തിലായിരിക്കും അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ ചാനലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത 14 days ഡ്യുവൽ ലാബ് എന്ന സ്റ്റഡി പ്ലാൻ നാളെ മുതലാണ് നമുക്ക് ആരംഭിക്കേണ്ടത്. അപ്പം വിഷയത്തിലേക്ക് കടക്കും മുൻപായിട്ട് ഒരു കാര്യം ഞാനിവിടെ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ 2 ആഴ്ച കൊണ്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാമെന്ന തമ്പനയിലൊക്കെ കൊടുത്ത് വീഡിയോ ചെയ്യുന്നത് കണ്ട് ആർക്കെങ്കിലും ഇതൊരു കൈൻഡ് ഓഫ് ഫ്രോഡ് അല്ലെങ്കിൽ സ്കാം, അതും അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഫോൾസ് പ്രോമിസ് എന്നൊക്കെയാണ് തോന്നുന്നതെങ്കിൽ, അതും അല്ലെങ്കിൽ ഇതൊന്നും നടപടിയാവുന്ന കാര്യമല്ല എന്ന് സ്വയം അങ്ങോട്ട് തീരുമാനിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് യുവർ സെൽസ്. കൃത്യമായ ഗൈഡൻസ്, പ്ലാനിങ്, സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നിസ്സാരമായിട്ട് ഈ എക്സാം ഉറപ്പായും ക്രാക്ക് ചെയ്യാം. ഇഫ് യു ഹാവ് എ ബ്രില്യന്റ് മൈൻഡ്, ഡിറ്റർമിനേഷൻ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി കൺസിസ്റ്റൻസി ആൻഡ് ഡെഡിക്കേഷൻ, വിത്തിൻ 2 weeks ഈ എക്സാം ഉറപ്പായും ക്രാക്ക് ചെയ്യാമെന്ന് ഞാൻ ഊന്നി പറയുന്നതിന് ഇനിയും കാരണങ്ങളുണ്ട്. ഞാൻ 1 മാസം എടുത്ത് പഠിക്കുന്ന കാര്യങ്ങള് എന്റെ യങ്ങർ സിസ്റ്റർ വിത്തിൻ എ വീക്ക് പഠിച്ചു തീർക്കും. ഷീസ് എ ബ്രില്യന്റ് ഗേൾ. ഓഫ് കോഴ്സ് she's intelligent and more smarter than me, but she doesn't do hard work and she's kind of a lazy person. നാളെ നീളെ ആ ടൈപ്പ് ആളാണ്. So I'm emphasizing again, if you have a brilliant mind, determination and consistency with a great dedication, you can crack this exam by 2 weeks of preparation. Coming back to our study plan, നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 സ്റ്റഡി പ്ലാനുകൾ ഉണ്ടായിരുന്നു. ഒന്ന് മിഷൻ 11ഉം മറ്റത് 25 days sprint with click. ഇതിൽ ആദ്യം പറഞ്ഞ പ്ലാൻ, അതായത് മിഷൻ 11ൽ നമ്മൾ ചെയ്ത് 11 modules 11 weeks ആയിട്ട് പഠിച്ചു തീർത്ത് ദെൻ റിവിഷനിലേക്ക് കടക്കുക, അതും നാളത്തോടുകൂടെ. രണ്ടാമത്തെ പ്ലാൻ 25 days sprint with click. ഇതിൽ 25 daysൽ മുഴുവൻ സിലബസും പഠിച്ചു തീർക്കാം, അതിൽ റിവിഷനും കൂടെ ഉൾപ്പെടുന്നുണ്ടായിരിക്കും. സോ ഈ പറഞ്ഞ 2 പ്ലാനുകൾ കൃത്യമായി ഫോളോ ചെയ്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ റിവിഷൻ ആണ്. ഈ 2 കൂട്ടരെ കൂടാതെ ഇനി കിട്ടുന്ന 14 ദിവസങ്ങൾ കൊണ്ട് തങ്ങൾക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത കുട്ടികളും കാണും. അവരെ കൂടെ കൂട്ടി ഇനിയുള്ള 14 ദിവസങ്ങൾ പ്രൊഡക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ 14 days ഡ്യുവൽ ലാബിൽ ചെയ്യാൻ പോകുന്നത്. ഇതിലെ കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു അപ്രോച്ച് ഒരു കൈൻഡ് ഓഫ് തിരിച്ചുപോക്കാണ്, ഓൾഡ് സ്കൂൾ ടെക്നിക്, ദ 2-3-5-7 മെത്തേഡ്. ഇതിൽ നമ്മൾ ചെയ്യുന്ന റിവിഷൻ ചെയ്യാണ്, റിവൈസിങ് ദ കണ്ടന്റ്സ് 2 days ആഫ്റ്റർ യു ലേൺ ഇറ്റ്, ദെൻ 3 days ലേറ്റർ, ആൻഡ് ദെൻ 5 days ലേറ്റർ, ആൻഡ് ഫൈനലി 7 days ലേറ്റർ. ഒരു ചെറിയ വാർണിംഗ് ഉണ്ട്, ബിഫോർ യു ഡിസൈഡ് ടു വർക്ക് വിത്ത് അവർ ചാനൽ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാം എന്ന് പറയുന്നത് എന്താ പറയാ, ഇറ്റ്സ് ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ടു മീ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഡിപ്പെൻഡ് ചെയ്ത് പ്രിപ്പറേഷൻസ് നടത്തുന്ന കുട്ടികളെല്ലാം റാങ്ക് ലിസ്റ്റിൽ വരണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിന് ഞാൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എന്റെ ഒരു പേഴ്സണൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയാണോ അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് പ്ലാനിങ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ പ്ലീസ് സ്റ്റിക്ക് ടു ദാറ്റ്. ലേറ്റർ നിങ്ങൾക്ക് റിഗ്രറ്റ് തോന്നരുത്, എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഈ ലാസ്റ്റ് 14 days നിങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു അവർ പ്ലാൻ. നാളെ ഐശ്വര്യമായിട്ട് പഠിച്ചു തുടങ്ങാം. ഒരു ദിവസം മിനിമം 4 hours സ്പെൻഡ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോ day 1 of 14 days ഡ്യുവൽ ലാബ് വിത്ത് ക്ലിക്ക് സ്റ്റഡി പ്ലാൻ പ്രകാരം ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. 40 questions മാത്സിൽ കാണും. മൊഡ്യൂൾ 1 ലീനിയർ ഓൾജിബ്ര ആണ്. 8 questions ആണ് അതിൽ നിന്നും ഉണ്ടാവുക. അപ്പോ നാളെ നിങ്ങൾ മെട്രിക്സ് ഓൾജിബ്ര ആണ് കവർ ചെയ്യേണ്ടത്. ലെക്ചേഴ്സ് ഇനിയും കാണാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആണ്. ടോട്ടൽ 30 questions ഫിസിക്സിൽ കാണും. നമുക്ക് ഒറ്റ ഇരിപ്പിൽ തീർക്കാവുന്നതേ ഉള്ളൂ ഫിസിക്സിലെ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. അപ്ലൈഡ് ഒപ്റ്റിക്സ് എന്നുള്ള ആ ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു 10 questions ആണ് ഉണ്ടാവുക. ലേസേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്, ഫൈബർ ഒപ്റ്റിക്സ്, ഫോട്ടോണിക്സ്, LED ആൻഡ് സോളാർ സെൽ. ഇത്രയാണ് ഫിസിക്സ് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്.
അടുത്തത് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ആണ്. അത് ഇത്തിരി ടഫാണ്. അതിൽ 30 ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉണ്ടാവുക. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞ കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ് ആണ്. സോ 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് കാണും. നമ്മൾ നാളെ നാനോ മെറ്റീരിയൽസിന്റെ ക്ലാസിഫിക്കേഷനും സിന്തസിസും മാത്രമേ നോക്കുന്നുള്ളൂ. അതാണ് നമ്മുടെ പ്ലാൻ. ഈ ഒരു സ്റ്റഡി പ്ലാൻ, അതായത് 14 ഡേയ്സ് ഡ്യുവൽ ലാബ് അനുസരിച്ച് മിനിമം ഒരു 2 ടൈംസ് നമ്മൾ റിവിഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ പെൻഡിങ് വെക്കരുത്. പറയുന്ന വിഷയങ്ങൾ പറയുന്ന ദിവസം തന്നെ തീർക്കണം കേട്ടോ കുട്ടികളെ. ദിസ് ഇസ് നോട്ട് എ റിക്വസ്റ്റ്, ഇറ്റ്സ് എ കമാൻഡ്. ഓക്കെ, അപ്പൊ നമ്മൾ സിലബസിലെ എല്ലാ കണ്ടന്റ്സിന്റെയും വീഡിയോസ് ചാനലിൽ upload ചെയ്തിട്ടുണ്ട്. If you are new to the channel, I'll add links to those video lectures related to each topic covered daily in the description of this video. ഫ്ലോ സ്റ്റഡി എന്ന് പറയുന്ന നേരത്തെ നമ്മൾ മറ്റ് സ്റ്റഡി പ്ലാനുകളിൽ ചെയ്തതുപോലെ തന്നെ വീഡിയോസ് കാണുക, ദെൻ നോട്ട്സ് വായിക്കുക, പിന്നെ സൂപ്പർ ക്യാപ്സ്യൂൾ നോക്കുക. സൂപ്പർ ക്യാപ്സ്യൂളിൽ ഇല്ലാത്ത എന്നാൽ ഇമ്പോർട്ടന്റ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കണ്ടന്റ്സ് നോട്ടിലുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യുകയോ നോട്ട് എഴുതി വെക്കുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ, അങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ സൂപ്പർ ക്യാപ്സ്യൂളിൽ പറഞ്ഞിട്ടുള്ളതുമായ പോയിന്റ്സ് വേണം റിവിഷൻ സമയത്ത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് നോക്കാനായിട്ട്. ഓക്കെ, സമയം ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് ആൻസർ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ബാങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ ചോദിക്കുക, നിങ്ങൾ കുട്ടികൾ പരസ്പരം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ പരീക്ഷ അടുത്തിരിക്കുന്ന അവസരങ്ങളിൽ ക്വസ്റ്റ്യൻ ബാങ്ക്സ് റെഫർ ചെയ്യുന്നത് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നില്ല. അത് പലപ്പോഴും കുട്ടികളുടെ ഒരു കോൺഫിഡൻസിനെ വല്ലാതെ ബാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പാനിക് ആവും, നമ്മള് കയ്യിലുള്ളതും കൂടെ പോവും. എല്ലാം നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. സ്റ്റഡി മെറ്റീരിയൽസ് ഇനിയും വാങ്ങാത്തവരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റു വിവരങ്ങളും ഡിസ്ക്രിപ്ഷനിലുണ്ട്. പ്ലീസ് ഡു റീഡ് ദാറ്റ്. അപ്പോ പ്ലാൻ ഫോളോ ചെയ്യുന്നവരെ പെൻഡിങ് വെക്കാതെ പോർഷൻസ് അതാത് ദിവസങ്ങളിൽ പഠിച്ചു തീർക്കുക. അപ്പോ ഡേ 2 പ്ലാനുമായിട്ട് നാളെ കാണാം. ഇനി നമ്മുടെ യൂഷ്വൽ റൂട്ടീൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. So here I am signing off, your study partner Click. Make sure you are focusing on what really needs.